ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ കാലഘട്ടത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണമെന്നും കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരുപാട് തവണ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും ജാഗരൂകതയുള്ളവരായിരിക്കുക, അതായത് എപ്പോഴും ശ്രദ്ധയോടുകൂടി ജീവിക്കുക എന്ന് കർത്താവ് നമ്മെ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിലപ്പെട്ടതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും കാവലേർപ്പെടുത്തുക. അപ്പം വിലപ്പെട്ടതൊന്നും അശ്രദ്ധമായിട്ട് നമ്മളാരും കൈകാര്യം ചെയ്യാറില്ല. കാരണം വിലയേറിയ സാധനങ്ങൾ നല്ല വിലയേറിയ തരത്തിലാണ് നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ ഭവനത്തിനാണെങ്കിലും നമ്മളൊരു സുരക്ഷിതത്വം നൽകും. കാവൽക്കാരന് ആവശ്യമുണ്ടെങ്കിൽ, സെക്യൂരിറ്റി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റിയെ ഏൽപ്പിക്കും. അപ്പം സ്വർണം, രത്നങ്ങൾ, വെള്ളി, അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ ഒരിക്കലും അലക്ഷ്യമായിട്ട് സൂക്ഷിക്കാറില്ല. കാരണം അത് വിലപിടിപ്പുള്ളതാണ്, അത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം വിലപ്പെട്ടതൊന്നും നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് എപ്പോഴും ജാഗരൂകതയുള്ളവരായിരിക്കുക എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അല്പം ശ്രദ്ധക്കുറവ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടം വരുത്തും. ചിലപ്പോൾ ഒരല്പം ശ്രദ്ധക്കുറവ് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ വയ്യാത്ത വിധം നമുക്ക് പലതും നഷ്ടപ്പെട്ടു എന്നിരിക്കും. അപ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം, ഒരു മനുഷ്യന് ആത്മീയ ജീവിതത്തിൽ പിന്നോട്ടടിച്ച് അവൻ ആത്മഹത്യ ചെയ്യുക എന്ന് വിചാരിക്കുക, അവൻ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല. അവൻ്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ദൈവമാണ് ഒരാത്മാവിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുന്നതെങ്കിലും ആ തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് പോയി കഴിയുമ്പോൾ, ഒരു ആത്മഹത്യയിലേക്ക് പോയി കഴിയുമ്പോൾ ഒരിക്കലും അവന് തിരിച്ചു വരാൻ പറ്റാത്തവണ്ണം അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ കളങ്കപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജാഗ്രത കുറവ് നമുക്കെല്ലാം നഷ്ടപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ജാഗരൂകതയുള്ളവരായിരിക്കുക. ഈശോ വചനത്തിൽ ഒരുപാട് തവണ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച്, ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച്, നമ്മുടെ തന്നെ മരണത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച് ഒക്കെ നമുക്കെപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 43-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നു, യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. അരമുറുക്കി വിളക്ക് കത്തിച്ച് രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ യജമാനൻ വന്നാലും അവന് എന്തുള്ളവനായിരിക്കണം? നല്ല ശ്രദ്ധയുള്ളവനായിരിക്കും. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടണം. അവനെയാണ് ഏറ്റവും വിശ്വസ്തനായിട്ട് യജമാനൻ കാണുക. ഒരുപക്ഷെ രാത്രിയുടെ 2-ാം യാമത്തിലായിരിക്കും, ചിലപ്പം 3-ാം യാമത്തിലായിരിക്കും. അപ്പോഴൊക്കെ അവനെ ജാഗ്രതയുള്ളവനായി കാണുന്നു. അതായത് യജമാനൻ വരുമ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നു, അവൻ വളരെ തീക്ഷ്ണതയുള്ളവനാണ്, ജാഗ്രതയുള്ളവനാണ്, നല്ല ഉത്തരവാദിത്വമുള്ളവനാണ്. ഏൽപ്പിച്ച ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നവനാണ് അവൻ. അതാണ് അവൻ്റെ പ്രത്യേകത. ആ ജാഗ്രത അവൻ്റെ ജീവിതം മുഴുവനും അവനുണ്ടാവും. ജോലിയിൽ വ്യാപൃതനായിരിക്കുന്നത് ആ ഉറപ്പാണ് അവനെ ഏത് കാര്യവും ഏൽപ്പിക്കുവാനുള്ള ഒരു ഉറപ്പ് യജമാനന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മെല്ലാം ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഒരു ജോലി ചെയ്ത് തീർക്കുവാനുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുക, ലോകത്തിൻ്റെ കളങ്കമേശാതെ ജീവിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപാട് പേര് ലോകത്തിൽ ജീവിക്കുന്നുണ്ട്, പക്ഷേ ലോകത്തിൻ്റെ കളങ്കമേശാതെ ജീവിക്കുന്നവർ വളരെ ചുരുക്കമേ നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരോടും ജാഗ്രതയുള്ളവരായിരിക്കാനായിട്ട് ഈശോ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ വലിയ ദൗത്യവും നമുക്ക് നൽകപ്പെട്ട ഒരു ആത്മാവുണ്ട്. എൻ്റെ ആത്മാവിനെ കറ കൂടാതെ, ചുളിവ് കൂടാതെ ഞാൻ മരിക്കുമ്പോൾ അത് നിത്യതയിൽ എത്തിച്ചേരാൻ തക്ക വിധം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം. എൻ്റെ ശരീരത്തിന് ഒരു ആത്മാവിനെ ദൈവം നൽകിയിട്ടുണ്ട്. ഈ നൽകപ്പെട്ട ആത്മാവിനെ ഞാൻ സുരക്ഷിതമായിട്ട് ഞാൻ സംരക്ഷിക്കണം. എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്താം. എൻ്റെ ശരീരം കൊണ്ട് പാപം ചെയ്തിട്ട് ഈ ആത്മാവിൽ ഒത്തിരിയേറെ കളങ്കമേൽക്കുകയും എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുകയും ചെയ്യാം. അപ്പോൾ ലോകം മുഴുവൻ നേടിയാലും ഒരുവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്തു പ്രയോജനം? ആത്മാവിന് പകരമായി അവൻ എന്തു കൊടുക്കും? അതാണ് ഈശോ ചോദിക്കുന്നത്. അപ്പം ജാഗരൂകരായിരിക്കാൻ കർത്താവ് പറയുന്നത് ആത്മാവ് നഷ്ടപ്പെടാതെയുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പകരമായിട്ട് എനിക്കൊന്നും കൊടുക്കാനില്ല.
12-ാമത്തെ അധ്യായം 38-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യൻ ഭാഗ്യവാൻ. രാത്രിയുടെ 2-ാം യാമത്തിൻ്റെയും 3-ാം യാമത്തിൻ്റെയും പ്രത്യേകത ലോകം മുഴുവനും ഗാഢനിദ്രയിലായിരിക്കുന്ന സമയമാണ്. ലോകം മുഴുവനും നന്നായി ഉറങ്ങുന്ന, ലോകത്ത് എന്ത് സംഭവിച്ചാലും അറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയം. അപ്പോൾ എല്ലാ മനുഷ്യരും ഗാഢനിദ്രയിലാവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പകലത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഒരുള്ള വിശ്രമത്തിൻ്റെ സമയമാണ്. എല്ലാ മനുഷ്യരും വിശ്രമിക്കുന്ന ഈ സമയത്ത് ജാഗരൂകതയോടെ ഉണർന്നിരിക്കുന്നവൻ, യജമാനൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അവൻ വരുന്ന സമയത്ത് വാതിൽ തുറന്നു കൊടുക്കുവാനായിട്ട് ഉണർന്നിരിക്കുന്നവൻ, അവൻ എത്രയോ വിശ്വസ്തനാണ്. ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ അവനുമുണ്ട് ഉറങ്ങുവാനുള്ള ആഗ്രഹം. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഉറങ്ങുന്നത് പോലെ അവനും കിടന്നുറങ്ങുവാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവനിൽ നിക്ഷിപ്തമായ, അവനിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ദൗത്യമുണ്ട്, എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കുക. ഈ ജാഗ്രത നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു ജാഗ്രതയാണ്. അതാണ് ഈശോ നമ്മോട് പറയുന്നത്. ഒരുക്കമില്ലാത്തവൻ ഒരിക്കലും ഒരു കരുതലുള്ളവനല്ല. ഒരുക്കമില്ലാത്തവൻ കർത്താവ് വന്ന് വിളിക്കുമ്പോൾ പോകാൻ തയ്യാറ് ആയിട്ടില്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ അവൻ ഭാഗ്യവാൻ. യജമാനൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ ഭരമേൽപ്പിക്കും, അവനെ ഉത്തരവാദിത്തമേൽപ്പിക്കും എന്നാണ് ഈശോ നമ്മോട് പറയുന്നത്. എന്താണ് ഈ ഉത്തരവാദിത്തം? അല്ലെങ്കിൽ എന്താണ് യജമാനൻ്റെ സ്വത്തുക്കൾ? നമുക്ക് നമ്മുടെ മരണശേഷം നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഭാഗ്യപ്പെട്ട ജീവിതമാണ് യജമാനൻ്റെ സ്വത്ത്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്വത്ത്. നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടാതെ നമ്മൾ വ്യാപൃതരായിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളിൽ വളരെ കൃത്യതയോടെ നമ്മൾ ജീവിക്കുമ്പോൾ, ജാഗ്രതയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ നിത്യതയിൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന മഹത്വത്തിൻ്റെ ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് യജമാനൻ്റെ സ്വത്ത്, നമുക്കായി കരുതി വച്ചിരിക്കുന്ന സ്വത്ത്. വെളിപാടിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതാണ് ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മോട് പറയുന്നത് എപ്പോഴും ജാഗരൂകതയുള്ളവരായിരിക്കുക. കള്ളൻ എപ്പോൾ വരുമെന്ന് യജമാനൻ അറിഞ്ഞാൽ അവൻ ഉണർന്നിരിക്കും. അവൻ ഉണർന്നിരിക്കുന്നതിന് വേണ്ടിയാ കള്ളൻ വന്ന് അവൻ്റെ വിലയേറിയ വസ്തുക്കൾ, അവൻ്റെ വിലപ്പെട്ട സാധനങ്ങൾ കവർന്നു കൊണ്ടുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. കള്ളൻ വന്നു കഴിഞ്ഞാൽ അവൻ ഇന്ന സാധനങ്ങളൊന്നുമില്ല, അവന് വിലയുള്ളത് എന്ന് തോന്നുന്നത് മുഴുവനും അവൻ എടുത്തുകൊണ്ട് പോകും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവുമായിരിക്കും അവൻ ഒരു നിമിഷം കൊണ്ട് അടിച്ചു മാറ്റി കൊണ്ടുപോവുക. ഇത് സംഭവിക്കാതിരിക്കാനാണ് എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കാൻ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കണം. നമുക്ക് ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികളൊക്കെ കഴുകി വെടിപ്പായിട്ട് ജാഗരൂകതയോടെ ഇരിക്കുക. യജമാനൻ വരുന്നതും നോക്കി. എപ്പോഴാണ് അവൻ വരുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സമയം എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 10-ാം തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനം വിട്ടു. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് കിട്ടിയ ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. നല്ല അടിസ്ഥാനമിട്ട വിദഗ്ധ ശില്പിയെ പോലെയാണ്. അതായത് ഒരു തെറ്റും സംഭവിക്കരുത്. ഞാൻ പടുത്തുയർത്തിക്കൊണ്ടുവരുന്ന എൻ്റെ ആധ്യാത്മിക ജീവിതമുണ്ട്. കുദാശകളിലാൽ ഉറപ്പിച്ച് ദേവാലയത്തിലൊക്കെ പോയി വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിച്ച് സമയാസമയത്ത് കുദാശകൾ സ്വീകരിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി ആത്മാവിനെ അങ്കി കഴുകി വൃത്തിയാക്കുന്ന പോലെ നല്ല വൃത്തിയിലും വെടുപ്പിലും ആത്മാവിനെ സൂക്ഷിക്കുന്ന എൻ്റെ ഒരു ജീവിതം, അങ്ങനെ ഞാൻ കെട്ടിപ്പടുക്കുന്ന ഒരു ആധ്യാത്മിക ജീവിതമുണ്ട്. എൻ്റെ കുദാശകളുടെ സ്വീകരണമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തെ അറിഞ്ഞുള്ള, വചനമറിഞ്ഞുള്ള ഒരു ജീവിതം. ആ ജീവിതത്തിന് ഞാൻ അടിസ്ഥാനമിടുന്നു. ഞാനത് അടിസ്ഥാനമിട്ടിട്ട് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ പണിതു കൊണ്ടുവരികയാണ് മുകളിലേക്ക്. അവിടെ തെറ്റുപറ്റരുത്. നമുക്കറിയാം, നമ്മൾ ബിൽഡിങ്ങൊക്കെ പണിയുമ്പോൾ
എന്തെങ്കിലുമൊക്കെ പാളിച്ച വന്നാൽ ചിലപ്പം ബിൽഡിങ്ങിന് ചോർച്ചയുണ്ടാവാം, അല്ലെങ്കിൽ അതിന് ഉറപ്പില്ലാതായി തീരാം. താമസിക്കാൻ പറ്റാത്ത വിധം നമ്മൾ എന്ത് ലക്ഷ്യത്തോടു കൂടി അതുണ്ടാക്കിയോ ആ ലക്ഷ്യത്തിന് വേണ്ടി ഉപകരിക്കാത്ത തരത്തിൽ നമ്മൾ പണിയുന്ന ബിൽഡിങ്ങായി പോവും. നമ്മൾ അടിസ്ഥാനം ഇടുമ്പോഴും അല്ലെങ്കിൽ പണിയുമ്പോൾ വിദഗ്ധ ശില്പിയെ പോലെ നമ്മൾ പണിതില്ലെങ്കിൽ. അപ്പോൾ അപ്പസ്തോലൻ പറയുന്നു, ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനം ഇട്ടു. എന്നിട്ട് അപ്പസ്തോലൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തി ഒരു താക്കീത് തരികയാണ്. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. ഞാൻ എൻ്റെ ഈ ആധ്യാത്മിക ജീവിതം അടിത്തറയിട്ട് ഞാനതെങ്ങനെയാണ് പണിതു കൊണ്ടുവരുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് അപ്പസ്തോലൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നന്നായിട്ട് ചെയ്താൽ അവൻ ഒരിക്കലും അലസനായിരിക്കാൻ സാധിക്കുകയില്ല. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. എൻ്റെ ആധ്യാത്മിക ജീവിതം കർത്താവിൻ്റെ വരവിന് ഞാൻ ഒരുക്കുന്ന ഒരു ജീവിതമാണോ? എപ്പോൾ കർത്താവ് വന്ന് എന്നെ വിളിച്ചാലും കർത്താവെ ഞാൻ റെഡി എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കുമോ? ഞാൻ വിധിക്കപ്പെടുമോ? ഞാൻ ശിക്ഷിക്കപ്പെടുമോ? എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുമോ? ഞാൻ യജമാനൻ വന്ന് വാതിലടച്ച് എന്നെ പുറത്താക്കിയിട്ട് യജമാനൻ വാതിലടയ്ക്കേണ്ടി വരുമോ? അവിടെ നിന്ന് ഞാൻ വിലാപവും പല്ലുകടിയുമായിട്ട് ഞാൻ പെരുമാറുമോ? എനിക്കറിയത്തില്ല. അത് സംഭവിക്കാതിരിക്കാൻ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുക. ഭൗതികമായ ഒരു ജോലിയെക്കുറിച്ചല്ല ഈശോ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ഓഫീസ് ജോലി ചെയ്യുന്നവൻ എത്ര കൃത്യതയോടുകൂടി ചെയ്യണം എന്നല്ല പറയുന്നത്. പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരൻ എത്ര വൈദഗ്ധ്യത്തോടുകൂടി ചെയ്യണം അതല്ല ഈശോ ഓർമ്മപ്പെടുന്നത്. ഒരു കോൺട്രാക്ടറുടെ പണി പോലെയുള്ള പണിയല്ലിത്. ഒരു ബിൽഡിങ്ങിൻ്റെ പണിയെക്കുറിച്ച് അല്ല കർത്താവ് ഇത് പറയുന്നത്. ഈ ജോലികളെല്ലാം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ജോലികളാണ്. പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരനൊരു സ്വപ്നമുണ്ട്. അവനൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് അവൻ പണിയെടുക്കുന്നത്. നല്ല വിളവ് ലഭിക്കണം, നല്ല വിളവ് ലഭിച്ച് തനിക്ക് നല്ല ആദായം ഉണ്ടാക്കണം. അതാണ് നല്ലൊരു കൃഷിക്കാരൻ്റെ ചിന്ത. നല്ല വിളവ് ലഭിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും, അവൻ നന്നായിട്ട് അധ്വാനിക്കും. പക്ഷേ കർത്താവ് ഉദ്ദേശിക്കുന്ന ജോലി ഇതല്ല. ഒരു കോൺട്രാക്ടറുടെ പണി എന്താ? അവൻ നല്ല ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പണിതുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവ് ഉദ്ദേശിച്ച പണി ഇതല്ല. ജാഗരൂകതയോടെ ഇരിക്കുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത് ഈ മേഖലയിലല്ല. ബിസിനസ് ചെയ്യുന്നവന് അവന് വലിയൊരു പ്രതീക്ഷയുണ്ട്. ലാഭം നേടാം, എനിക്ക് ഒത്തിരിയേറെ ലാഭം ഉണ്ടാക്കണം, എൻ്റെ ബിസിനസ് വളർന്ന് അടിക്കടി വളർന്നു വരണം. ബിസിനസ്സുകാരൻ്റെ ചിന്ത അതാണ്. അങ്ങനെ വലിയ വലിയ നേട്ടങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണ്. എന്ത്? ഭൗതികമായ നന്മയ്ക്ക് വേണ്ടി. ഇവിടെ ആരും ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ബിസിനസ്സുകാരനെ ശ്രദ്ധിക്കുന്നില്ല, കോൺട്രാക്റ്റുകാരനെ ശ്രദ്ധിക്കുന്നില്ല, കൃഷിക്കാരനെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും ചിന്ത ലാഭം, പണം, അങ്ങനെ സമ്പത്ത്, ഭൗതികമായ നേട്ടങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് കർത്താവ് പറയുന്നത് ജാഗരൂകതയോടെ ആയിരിക്കുക. കർത്താവ് പറയുന്ന ഈ ജാഗരൂകതയോടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കൃഷിപ്പണി ചെയ്യും, കോൺട്രാക്ടറുടെ പണി ചെയ്യും, ബിസിനസ്സുകാരൻ അവരുടെ പണി ചെയ്യും. വലിയ വലിയ നേട്ടങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് പണിയുന്നവരുണ്ട്, പഠിക്കുന്ന പിള്ളേരുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ജാഗരൂകതയോടെ എപ്പോഴും ഉണർന്നിരിക്കുന്നവനായി നമ്മുടെ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായി എപ്പോഴും കാണണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഭൗതിക ജീവിതവും എൻ്റെ ആത്മാവിൻ്റെ സുരക്ഷിതത്വവും തമ്മിലുള്ള വ്യത്യാസം. ഭൗതിക ജീവിതത്തിൽ നമ്മളിങ്ങനത്തെ ആത്മാവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഭൗതിക കാര്യത്തിൽ നമ്മൾ അമിതമായ ശ്രദ്ധ വെച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ആത്മാവിന് കേടുപറ്റുന്ന തരത്തിലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുന്ന തരത്തിലും ചിലപ്പോൾ നമ്മുടെ ഭൗതിക ജീവിതം നമ്മുടെ ആത്മാവിനെ അത് കയറി അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എൻ്റെ ഭൗതിക ജീവിതവും എൻ്റെ ജോലികളും എൻ്റെ ഉത്തരവാദിത്തങ്ങളും എൻ്റെ കടമകളും ഇതൊന്നും എൻ്റെ ആത്മാവിനെ മറന്നുകൊണ്ടാവരുത് എന്ന് ഈശോ വ്യക്തതയോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. വയലിലെ പണിക്കല്ല, കോൺട്രാക്ടർ പണിക്കല്ല, ബിസിനസ് പണിക്കല്ല, എൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവനായിരിക്കാനാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ആത്മാവിനെ സുരക്ഷിതമാക്കിയവന് ദൈവം തരുന്ന അനുഗ്രഹമാണ് അവൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ അധികാരം. നമുക്കറിയത്തില്ല സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് എന്ന്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്കായിട്ട് ഞാൻ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഈശോ അങ്ങനെ ഒരു വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ സ്ഥലമാണ് ഈശോ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അത് നമ്മുടെ ആത്മാവിനെ കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു ഇടമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നമ്മോട് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 45-ാമത്തെ തിരുവചനം, എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ വിചാരിച്ച്
യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. ഇത് ഒരു വലിയ പ്രശ്നമാണ്. എൻ്റെ യജമാനൻ വരാൻ വൈകും, ഇപ്പോഴൊന്നും യജമാനൻ വരില്ല, അതുകൊണ്ട് ഞാൻ മദ്യപിക്കുന്നു, ഞാൻ എൻ്റെ ദാസിദാസന്മാരെ എല്ലാം ഉപദ്രവിക്കുന്നു, ചുറ്റുപാടുമുള്ളവരോടെല്ലാം കലഹമാണ്, ആരോടും എനിക്കൊരു സ്നേഹമില്ല, ഞാനങ്ങനെ തോന്നിയ പോലെ ജീവിക്കുകയാണ്. ഇന്ന് ഒരുപാട് ദൈവമക്കളുടെ ചിന്തയാണ് ഇനിയും സമയമുണ്ടല്ലോ എന്ന്. ഇനിയും സമയമുണ്ട്. ഞാൻ വളരെ ചെറുപ്പമാണ്, ഞാൻ വാർദ്ധക്യത്തിലെത്തുമ്പോഴേക്കും ഞാൻ മാനസാന്തരപ്പെട്ടാൽ മതിയല്ലോ. മാനസാന്തരപ്പെട്ടാൽ ഇനിയും സമയം എനിക്കിഷ്ടം പോലെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ളതുപോലെ ഒക്കെ ജീവിക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രായം ചെന്നൊരു മനുഷ്യന്, എൻ്റെ ഇടവകയിൽ തന്നെയുള്ളൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന് ക്യാൻസർ രോഗം പിടിപെട്ടു. ഉദരത്തിലാണ് ക്യാൻസർ രോഗം പിടിപെട്ടത്. ലിവറിനൊക്കെ പിടിച്ചതുകൊണ്ട് വളരെ താമസിച്ചാണ് അറിഞ്ഞത്. അറിഞ്ഞു കഴിഞ്ഞ് കുറച്ച് നാളുകളെ അദ്ദേഹം ജീവിച്ചുള്ളൂ. പക്ഷേ ഉദരത്തിൽ ക്യാൻസറാണെന്നും അത് മാരകമായി തീർന്നെന്നും ഇനി അധികം ദിവസങ്ങളില്ല എന്നും ഉള്ള കാര്യം ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ ബോധിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തോട് ഇത് പറഞ്ഞില്ല. അദ്ദേഹത്തോട് വളരെ ഒരു കൂസലുമില്ലാതെ സാധാരണ ചെയ്യുന്ന പോലെ ജോലികളൊക്കെ ചെയ്ത് അദ്ദേഹം നടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, അച്ഛാ, അപ്പൻ്റെ കാര്യം വളരെ ഗൗരവമാണ്, ഇനി അധികം ദിവസങ്ങളൊന്നും അപ്പനില്ല. പക്ഷേ അപ്പൻ അതറിയത്തില്ല. അപ്പനിങ്ങനെ എല്ലാ കാര്യങ്ങളിലും, ജോലി കാര്യങ്ങളിലും വീട്ടുകാര്യങ്ങളിലൊക്കെ വ്യാപൃതനായിട്ട് അക്കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. കാരണം മരിക്കും എന്ന് മക്കൾക്കറിയാം. മരിക്കുമെങ്കിലും ഈ മരിച്ചു കഴിയുമ്പോൾ ഇയാൾ രക്ഷപ്പെടണമെന്ന് ആ മക്കൾ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ പിതാവ് നശിച്ചു പോകരുതല്ലോ. മരണത്തോടടുക്കുമ്പോഴാണ്, മരിക്കാൻ ഇനി അധികം സമയമില്ല എന്ന് നമ്മുടെ മുമ്പിൽ ഡോക്ടർ പറയുമ്പോഴാണ് നമ്മൾ ആത്മാവിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുക. ഈ മക്കൾ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് പറയണം അദ്ദേഹത്തോട്, അദ്ദേഹത്തിൻ്റെ സമയം തീർന്നു, ഇനി അധികം സമയമില്ല, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങണം എന്ന് അച്ഛനൊന്ന് പറയണം, ഒന്ന് ഒരുക്കുകയും വേണം. കുമ്പസാരിപ്പിക്കണം, കുർബാന കൊടുക്കണം, രോഗീലേപനം കൊടുക്കണം, ഇതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം ഞാൻ ചെന്നപ്പോഴും അദ്ദേഹം ഒരു കൂസലുമില്ലാതെ എങ്ങനെ നടപ്പാണ്. കുമ്പസാരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് കുർബാനയൊക്കെ കൊടുത്തിട്ട് ഞാൻ അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, അസുഖത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ മെല്ലെ മെല്ലെ മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. മരണത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സമയം അടുത്തു എന്നും ഞാൻ മെല്ലെ മെല്ലെ സൂചിപ്പിച്ച് വന്നപ്പോൾ, അങ്ങനെയൊന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഒന്നും മരിക്കുകയില്ല എന്ന് ഉറപ്പിച്ചെന്നോട് പറഞ്ഞു. ഞാനിപ്പോഴൊന്നും മരിക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. ഞാനിപ്പോഴൊന്നും മരിക്കുകയില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ അപ്പാപ്പനിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പച്ചയായിട്ട് നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് വാടി. വളരെ പെട്ടെന്ന് അദ്ദേഹം വലിയ വിഷമത്തിലേക്കായി. പിന്നെ കുറേ ആശ്വാസങ്ങളൊക്കെ പറഞ്ഞ് നിത്യജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. സ്വർഗത്തെക്കുറിച്ചും നമ്മുടെ അടുത്ത ജീവിതത്തെക്കുറിച്ചും ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുമെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സാവകാശം അതൊക്കെ സ്വീകരിച്ചു. പക്ഷേ 1-2 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മരിക്കില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് നമ്മളെപ്പോഴും ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത, എനിക്കിപ്പോൾ ഒന്നും സമയമായിട്ടില്ല, എൻ്റെ സമയമൊക്കെ വരുന്നതേ ഉള്ളൂ എന്നൊരു ചിന്തയിലാണ് നമ്മളെപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ആ തരത്തിലാണ്. അപ്പോൾ അവിടെയാണ് ഈശോ നമ്മോട് പറയുന്നത്, എപ്പോഴും ജാഗരൂകതയോടെ ഇരിക്കുക. കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ ഗൃഹനാഥൻ ഉറക്കളച്ചിരുന്ന് തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടം കൊടുക്കുമായിരുന്നില്ല. പക്ഷേ കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് യജമാനന് അറിയത്തില്ല. അപ്പം മരണം കള്ളനെപ്പോലെ വരും. നമ്മുടെ ഓരോരുത്തരുടെയും അന്ത്യം കള്ളനെപ്പോലെ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും വരും. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്, എനിക്കിനിയും സമയമുണ്ടല്ലോ, എനിക്കിനിയും സമയമുണ്ട് എന്നാണ് ഞാനിപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും എനിക്ക് സമയമുള്ളത് കൊണ്ട്
ഇപ്പോൾ ഞാൻ തയ്യാറെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലികൾ, എൻ്റെ വ്യാപാരങ്ങൾ, എൻ്റെ ബിസിനസ്സുകൾ, എൻ്റെ കൃഷി, ഇതെല്ലാം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ലാഭമുണ്ടാക്കാനുള്ള എൻ്റെ ആഗ്രഹമുണ്ട്, അതെല്ലാം എനിക്ക് തുടർന്നുകൊണ്ടിരിക്കാം. ഇതാണ് എല്ലാ മനുഷ്യരുടെയും ചിന്ത. അപ്പം യജമാനൻ വരാൻ വൈകുമെന്ന് കരുതി എല്ലാവരോടും വഴക്ക്, സമാധാനമില്ലാത്തൊരവസ്ഥ, കുടുംബത്തിൽ വഴക്ക്, ബന്ധുക്കളോട് വഴക്ക്, അയൽക്കാരോട് വഴക്ക്, ആരുമായിട്ടും ഒരു സ്നേഹബന്ധത്തിലേ അല്ല. ഇതാണ് പറയുന്നത്, കർത്താവ് പറയുന്നത്, യജമാനൻ വരാൻ വൈകും എന്നു കരുതിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഞാൻ നാളെ മരിക്കുമെന്നൊരു ഉറച്ച ചിന്ത, എനിക്ക് നല്ലൊരു അറിയിപ്പ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ മരണം അടുത്തു എന്നൊരു ചിന്ത വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റം വരും. ആ ഒരു മാറ്റം മാനസാന്തരമായി, കുദാശകളുടെ ജീവിതമായി, ദൈവമേ എന്നൊരു ചിന്തയായി, പഴയകാല പാപങ്ങളെക്കുറിച്ചൊരു പശ്ചാത്താപമായി, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ ഇത് കടന്നു വരുന്ന അതെപ്പോഴും ഉള്ള ഒരു ജീവിതം നയിക്കണമെന്നാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇല്ലെങ്കിലോ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ജീവിതം പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്നു കഴിയുമ്പോൾ എൻ്റെ പങ്ക് അവിശ്വാസികളോട് കൂടെ ആക്കും. അവിശ്വാസികളുടെ പ്രത്യേകത, അവർക്ക് ദൈവമില്ല, യാതൊരു ചിന്തയുമില്ല, സ്വർഗത്തെക്കുറിച്ച് ചിന്തയില്ല, നരകത്തെക്കുറിച്ച് ചിന്തയില്ല, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ചിന്തയില്ല, ആത്മാവിനെക്കുറിച്ച് ഒട്ടും ചിന്തയില്ല. അപ്പോൾ ഈ അവിശ്വാസികളോട് കൂടെ എൻ്റെ പങ്കായിത്തീരും. അവിടെ ഒരു വിലാപവും പല്ലുകടിയും ആയിരിക്കും. യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാണ് ഈശോ പറയുന്നത്. യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. നമ്മുടെ യജമാനൻ്റെ ഹിതം നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ യജമാനൻ്റെ ഹിതം വചനത്തിലൂടെ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്, സഭയിലൂടെ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നിരന്തരം ഉള്ള ഒരു സ്വരമായിട്ട് എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ വചനത്തിലൂടെ എനിക്ക് കിട്ടുന്നത് ഞാൻ കേൾക്കുന്നുണ്ടോ, ഞാൻ അനുസരിക്കുന്നുണ്ടോ? സഭയിലൂടെ എനിക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ ഞാൻ സ്വീകരിക്കാറുണ്ടോ, അതിന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ മാനിക്കുന്നുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ തിരുവചനത്തിൽ വീണ്ടും കർത്താവ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ഒരൽമായൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു ഭാര്യയുടെ, അമ്മയുടെ ഉത്തരവാദിത്തം ഇതൊക്കെ ഞാൻ നിർവഹിച്ചു. ഒരു കുടുംബനാഥൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കണം. അമ്മയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കണം. ഭാര്യയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കണം. ഒരു പുരോഹിതൻ്റെ ദൗത്യങ്ങളെല്ലാം ചെയ്യണം. ഒരു മെത്രാൻ്റെ എല്ലാ ദൗത്യങ്ങളും ചെയ്യണം. ഒരു ഭരണാധികാരി അവൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും. ഓരോരുത്തരും നിക്ഷിപ്തമായിരിക്കുന്നത് വിവിധ തരത്തിലാണ്. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി. പലർക്കും പലതരത്തിലാണ് താലന്തുകൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് നൽകപ്പെട്ട താലന്ത് ഒരു അൽമായന് നൽകുന്നത് പോലെയല്ല. അപ്പോൾ പുരോഹിതൻ്റെതായ എല്ലാ ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ദൈവം എനിക്ക് ഈ ഉത്തരവാദിത്തങ്ങളും എൻ്റെ പ്രത്യേക ദൗത്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അധികം ലഭിച്ചവരാവാം, കുറച്ച് ലഭിച്ചവരാകാം. എത്രയാണോ ദൈവം ഏൽപ്പിച്ചത്, ചിലപ്പോൾ 1 താലന്തേ തന്നിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 താലന്ത് തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ 5 താലന്ത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. എത്രയാണ്? ഇത് ദൈവസന്നിധിയിലിരുന്ന് ആലോചിക്കും, പ്രാർത്ഥിച്ചും കണ്ടുപിടിക്കുക. ജാഗരൂകതയോടെ ആയിരിക്കുവാൻ പരിശ്രമിക്കുക. എൻ്റെ നല്ല തമ്പുരാനെ, എന്നെ അതിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നല്ല ഉൾക്കാഴ്ച, ആഴമായ ബോധ്യങ്ങൾ, വചനത്തിലൂടെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ മനസാക്ഷിയിലൂടെ കർത്താവ് എന്നെ നിരന്തരം നിർബന്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിർവഹിച്ച് ജീവിക്കുവാൻ, ജാഗരൂകതയോടെ ആയിരിക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. നല്ല തമ്പുരാൻ അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജീവൻ്റെ വൃക്ഷത്തിന്മേൽ നമുക്ക് അവകാശം ലഭിക്കണം. അതിനുമാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. നമുക്കതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ഈ ഭൂമിയിലെ ജീവിതം ഒരിക്കലും ജീവൻ്റെ വൃക്ഷത്തിൽ പങ്കില്ലാതായി പോകുന്ന തരത്തിൽ തകർന്നു പോകുവാൻ അങ്ങ് ഇടയാക്കരുതേ. എപ്പോഴും ജാഗരൂകതയോടെ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അതിനുള്ള കൃപ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മ എപ്പോഴും ഞങ്ങളോട് കൂടെ ആയിരിക്കുകയും ഞങ്ങൾക്ക് കൂട്ടായി ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അമ്മ ഉണ്ടായിരിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.